Welcome to Semester 1 Complementary Electronics for BSc Physics Main students. Electronics Semester 1 Complementary, class number E4. Today we see what is called IR drop. IR drops. I into R drops. So what is the meaning of IR drop? Potential drop across a resistor, that is V equal R is called IR drop. IR drop എന്ന് പറഞ്ഞാൽ I into R ആണ്. ഓംസ് ലോ തന്നെ, ഓംസ് ലോ വെച്ചതുപോലെ പൊട്ടൻഷ്യൽ I into R എന്ന് എഴുതിയാൽ I into R നെ വിളിക്കുന്ന പേരാണ് IR drop. IR drop എന്ന് പറയും. IR drop is 0 if R is 0 or I is 0. ഇതിൽ R അല്ലെങ്കിൽ I 0 ആകുകയാണെങ്കിൽ IR drop 0 ആകും. For example, for a copper conductor R is 0. Therefore, IR drop is equal to 0 for that conductor. ഒരു കോപ്പർ കണ്ടക്ടർ നമുക്കറിയാം റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, R ആൾമോസ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ IR ഡ്രോപ്പ് ഒരു ഐ കറണ്ട് പാസ് ചെയ്യുമ്പോൾ IR ഡ്രോപ്പ് 0 ആയിരിക്കും. ഫോർ ആൻ ഓപ്പൺ സർക്യൂട്ട് I is equal to 0. ഒരു ഓപ്പൺ സർക്യൂട്ടിൽ നമ്മൾ തുറന്നു വെച്ച സർക്യൂട്ടിൽ ഓഫ് ചെയ്ത സർക്യൂട്ടിൽ I 0 ആയിരിക്കും. അത്രയും കേസിൽ IR ഡ്രോപ്പ് 0 ആയിരിക്കും. Therefore IR ഡ്രോപ്പ് is 0 for an open circuit. ഇത് നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലം IR ഡ്രോപ്പിൽ ചെയ്യുകയാണ്. ഇൻ ദ ഫിഗർ ബിലോ കമ്പ്യൂട്ട് എ ടോട്ടൽ കറണ്ട്, ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് ടു സർക്യൂട്ട് കറണ്ട്. യു ആഡ് ദ കറണ്ട്, സർക്യൂട്ട് കറണ്ട് PD across ബിറ്റ്വീൻ A and E ആൻഡ് PD പൊട്ടൻഷ്യലിറ്റി E എന്ന് ചേർക്കണം. പൊട്ടൻഷ്യലിറ്റി E പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി. ഇത്രയും കാര്യം ഒരു ഫിഗറുണ്ട്, ആ ഫിഗർ നോക്കി ചെയ്യാനായിട്ടാണ്. ഇവിടെ എന്നുള്ള പോയിന്റ് റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്നതാണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അതുപോലെ സർക്യൂട്ട് കറണ്ട് കാണാം, ഓവറോൾ റെസിസ്റ്റൻസ് കാണണം. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് കണക്ഷൻ അപ്പുറവും ഇപ്പുറവും പിടിപ്പിച്ചിരിക്കുകയാണ്. ഗ്രൗണ്ട് കണക്ഷൻ തമ്മിൽ യോജിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വലിച്ചു കിട്ടിയാൽ ഇവിടെ ഒരു 3 റെസിസ്റ്റൻസ് സി കാണാവുന്നതാണ്. R1, അതുപോലെ R2, R3. അവിടെ 2 വാല്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ റെസിസ്റ്റൻസിൻ്റെ ടോപ്പ് വാല്യൂ എടുക്കുന്നത് പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എഴുതി ചേർക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന വാല്യൂ എടുത്ത് വേണം ആദ്യം ചെയ്യാനായിട്ട്. R1 2 ഓം, R2 3 ഓം, R3 1 ഓം. ആ 1 ഓമിൽ 10 ഓം ഉണ്ട്. അതിൽ വേറൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അവിടെ എഴുതി ചേർത്ത ഒരു വാല്യൂ ആണ്. ബാറ്ററി കൊണ്ട് 12 വോൾട്ട് എടുക്കണം കേട്ടോ. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് ബാറ്ററി കൊണ്ട് 12 വോൾട്ട് എടുത്ത് ചെയ്യുക. സോ വോൾട്ടേജ് 12 വോൾട്ട്, റെസിസ്റ്റൻസ് R1 ഈസ് 2 ഓം, R2 ഈസ് ഈക്വൽ ടു 3 ഓം ആൻഡ് R3 ഈസ് 1 ഓം എന്നിങ്ങനെ എടുക്കുക. So total circuit resistance R is equal to R1 plus R2 plus R3, that is 2 plus 3 plus 1, that is 6 ohm. Circuit current I is V by R, that is 12 by 6, 2 ampere. Then RA, A കിടക്കുന്ന resistance, A last resistance 1 ohm കൂട്ടണ്ട, 2 plus 3 equal to 5 ohm. RB, VB, A കിടക്കുന്ന potential, that is I into RA 2 into 5, 10 വോൾട്ട്. പൊട്ടൻഷ്യലിറ്റി E എന്ന് പറഞ്ഞാൽ മൊത്തം വോൾട്ടിൽ നിന്ന് അതിന് മുമ്പുള്ള വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്താൽ മതി. മുമ്പുള്ള വോൾട്ടേജ് 10 വോൾട്ടാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ 12 minus 10, 2 വോൾട്ട്. ദെൻ ഇലക്ട്രിക് പവർ, ദ ലാസ്റ്റ് വൺ ഈസ് പവർ. യു റീഡ് ദ ക്വസ്റ്റ്യൻ. പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി. പവർ ഈസ് VI. V is 12 into 2, that is 24 watt. Next question, in the circuit given below, compute one circuit current to value V1. All resistances are in K. എല്ലാ റെസിസ്റ്റൻസും K ഓമിലാണ്. K ഓം എന്നുള്ളത് K എന്ന് എഴുതിയാൽ മതി. K ഓം can be represented as small k. So 6 volt battery is connected. The first problem is 2 ohm, 1 ohm, 3 ohm, 4 ഓം അതിൽ 2 ഓം, അങ്ങനെ 4 റെസിസ്റ്റൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 വാല്യൂ ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ വാല്യൂ റൈറ്റ് സൈഡിൽ കാണുന്ന വാല്യൂ അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ താഴത്തെ വാല്യൂ മാത്രം എടുത്താൽ മതി. ഫസ്റ്റ് പ്രോബ്ലം വോൾട്ടേജ് 6 വോൾട്ടാണ്. പിന്നെ ഓംസ് എടുക്കേണ്ടത് 2, 1, 3, 4, 2 എന്ന് എടുക്കുക. ഇപ്പോൾ സർക്യൂട്ട് റെസിസ്റ്റൻസ് കാണാം. സർക്യൂട്ട് റെസിസ്റ്റൻസ് കാണുമെങ്കിൽ നമ്മൾ നേരിട്ട് റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇത് 2ഉം 1ഉം 3ഉം 4ഉം 6ഉം കൂട്ടിയാൽ മതി. ആ ബാറ്ററിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിടക്കുള്ള റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ വാല്യൂ സീരീസിലാണ്. അതുകൊണ്ട് പറയും ടോട്ടൽ റെസിസ്റ്റൻസ് സർക്യൂട്ട് ഈസ് 2 plus 1 plus 3 plus 4 plus 2, 12 കിലോ ഓം. K എന്നിട്ടാലും മതി. I is V by R, 6 by 12.
battery voltage is 6 volt, 6 by 12, that is 1 by 2 milliampere, 1 by 2 milliampere. Then resistance for potential V1 is 7 k ohm. അവിടെ ഒരു V1 എന്നൊരു പൊട്ടൻഷ്യലാണ് പറഞ്ഞത്. V1 എന്നൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അപ്പോൾ V1 നമ്മളിങ്ങനെ ആറ് വിട്ട് ആ കോർണറിൽ കാണിച്ചിരിക്കുകയാണ്, ഡയഗണൽ പോലെ വരച്ചിരിക്കുന്നത്. അതിലിപ്പുറത്തുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്. കറണ്ട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ 3ഉം 4ഉമാണ് അവിടെയുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ 7 ohm വരും സീരീസിൽ. കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് IR ഹാഫ് ഇൻറ്റു 7 3.5 വോൾട്ട്. Next problem, in the network shown below, compute one circuit current to power supplied with the battery. How will these values change if a short is placed between A and B? All resistances are in K. എല്ലാ റെസിസ്റ്റൻസും കെയിലായിരിക്കും, കിലോ ഓമിലായിരിക്കും. എല്ലാ റെസിസ്റ്റൻസും ഇവിടെ കെ ഓമിൽ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. In the circuit, the network is shown below. Compute one circuit current to power supplied by the battery. How will these values change if a short is placed between A and B? Short എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ആണെന്ന് ഓർക്കുക. ഒരു കോപ്പർ കണ്ടക്ടറിനെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് ഒരു കണ്ടക്ടർ ഫിറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ 12 volt ഉണ്ട്, 1 ohm. Then there is 2 ohm, 3 ohm, 4 ohm, 5 ohm. So total resistance is sum of these values. They are in series. R is 1 plus 2 plus 3 plus 4 plus 5, 15K. Our supply voltage is 30 volt. 30 volt വെച്ചാണ് ചെയ്തിരിക്കുന്നത്. 2 വോൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 30 വോൾട്ട് വെച്ച് ആദ്യം ചെയ്യണം, 12 വോൾട്ട് വെച്ചിട്ട് രണ്ടാമത് ചെയ്യണം. So we get these 30 volt. I is V by R, 30 by 15, 2 milliampere. Volt by K ohm is milliampere. Volt by K ohm is milliampere. Power supplied with a battery, P is VI, 30 into 2, 60 milliwatt. If short is placed between A and B, then circuit becomes short വെക്കുമ്പോൾ എ ബിയിൽ നമ്മൾ ഷോർട്ട് വെച്ചാൽ ആ റൈറ്റ് സൈഡിലുള്ള വാല്യൂസിന് വിലയില്ലാതാകും. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ വരും, സർക്യൂട്ട് ഈ രൂപത്തിൽ വരും. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 1 plus 5, ദാറ്റ് ഈസ് 6K. കറണ്ട് ഈസ് V by R, 30 by 6, 5 milliampere. Power dissipated P is VI, 30 into 5. Next problem, in the series voltage divider circuit, the current is 2 milliampere. It is shown in the figure. Current is 2 milliampere and maximum current by the battery. Current the battery can supply is 10 milliampere. ബാറ്ററിക്ക് കൊടുക്കാവുന്ന കറണ്ട് 10 milliampere. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R1 and R2 ആൻഡ് ദിയർ പവർ റേറ്റിംഗ്. ചിത്രത്തിൽ R1 R2 കണ്ടുപിടിക്കാനാണ്. ഇവിടെ 12 volt ബാറ്ററിയാണ്, 10 milliampere കറണ്ട് പാസ് ചെയ്യുന്നത്. R1 R2 കണ്ടുപിടിക്കണം. അവിടെ ലോഡ് കൊടുത്തിട്ടുള്ളത് 2K. ആ ലോഡ് 2K ആണ്. ഇവിടെ ആ റേറ്റഡ് ലോഡുണ്ട്, ലോഡ് L ഈസ് ലോഡാണ് കേട്ടോ, റേറ്റഡ് ലോഡ് സർക്യൂട്ട്. റേറ്റഡ് ലോഡ് കറണ്ട് ഈസ് ആ ലോഡ് കറണ്ട്, റേറ്റഡ് ലോഡ് കറണ്ട്. ആ ലോഡ് കറണ്ട് എന്നുള്ളത് 2 milliampere ആണ്. അപ്പോൾ അതെല്ലാം പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡ് കറണ്ട് 2 milliampere ആകുമ്പോൾ അവിടുത്തെ ഡ്രോപ്പ് 2 എടുക്കണം, 4 എടുക്കാൻ പാടില്ല, 4 വേറെ പ്രോബ്ലമാണ്. 2 എടുക്കുമ്പോൾ 2 into 4 അവിടെ 4 volt എന്ന് വരും. അപ്പോൾ അവിടുത്തെ ഡ്രോപ്പ് 4 volt ആണ്. അപ്പോൾ R2വിലെ ഡ്രോപ്പും 4 volt ആയിരിക്കും, രണ്ടും പാരലായതുകൊണ്ട്. ലോഡിലെ വോൾട്ട് തന്നെയാണ് R2വിലെ വോൾട്ട്, 4 volt വരും. അപ്പോൾ നോക്കൂ, കറണ്ട് ത്രൂ R2 10 minus 2, നമ്മൾ ആ 2 കുറച്ചാൽ മതി. അപ്പോൾ R2വിലെ കറണ്ട് 10 minus 2, ദാറ്റ് ഈസ് 8 milliampere. Since
B is connected to R2 since B is common to both R2 and load. B is common to ഏതാണ് ബി എന്ന് പറയുമ്പോൾ ബി എന്നുള്ള പോയിന്റ് ഈസ് കോമൺ ടു ബോത്ത് R2 and load. V R2 is V load, that is 8 into R2 is 2 into 2 into 2, that is 4. R2 is 4 by 8, half K. Voltage across R1. R1 വോൾട്ടേജ് അത് 12 നിന്ന് 4 കുറച്ചാൽ മതി. എന്താണ് R1 വോൾട്ടേജ് നോക്കിയേ. R വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മൊത്തം വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചതാണ് 12. നമുക്ക് തന്നത് 12 വോൾട്ടാണ്. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന 4 ആണ്. ബാക്കി പോയിട്ട് 10 - 4 അല്ല 12 - 4, that is 8 volt. Therefore R1 is V by I, 8 by 10. 10 ആണ് മെയിൻ കറണ്ട്. That is 0.8 K. Power rating R1 rating VI 8 into 10, 80 milliwatt. PR2 4 into 8, 32 milliwatt. That is all with this fourth class. We continue our classes. Thank you.